ഗണിതശാസ്ത്രമേളയിൽ സി.പി. ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്ത് ഒന്നാമത്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ മികച്ച ഗണിതശാസ്ത്ര വിദ്യാലയമായി കുറ്റിക്കാട് സി.പി. ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പോയിന്റ് നേടിയതിനാണ് സ്കൂൾ ഈ നേട്ടം കൈവരിച്ചത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത സ്കൂളുകളിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന പോയിന്റാണ് സ്കൂൾ നേടിയത്. നമ്പർ ചാർട്ടിനത്തിൽ പങ്കെടുത്ത മാളവിക എസ്.എ. ഒന്നാം സ്ഥാനം നേടി. ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ ശിവമംഗല എസ്.എസ്., ബി. ദേവസുധ എന്നിവർക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു. ഗണിതശാസ്ത്രമേളയിൽ പങ്കെടുത്ത 9 വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡ് നേടാനായതും കൊല്ലം ജില്ലയിൽ നിന്നും ആദ്യമായി ഒരു സ്കൂൾ സംസ്ഥാന ഗണിതശാസ്ത്ര വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടതും നേട്ടമാണെന്ന് സ്കൂൾ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നവംബർ 16, 17 തീയതികളിലായി ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂള് സി.പി. ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച ഗണിത വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷം പങ്കുവയ്ക്കാനാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട 359 സ്കൂളുകളിൽ നമ്മുടെ സ്കൂളാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 53 പോയിൻറ്റുമായിട്ടാണ് നമ്മുടെ സ്കൂള് തൊട്ടടുത്ത സ്കൂളിനേക്കാൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും കേരളത്തിലെ ഏറ്റവും മികച്ച ഗണിത വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നിന്ന് 9 കുട്ടികളാണ് ഈ ശാസ്ത്രമേളയിൽ സംസ്ഥാന തലത്തിൽ മാറ്റുരയ്ക്കാനുണ്ടായിരുന്നത്. അതിൽ 9 പേർക്കും എ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. അതിൽ ഒരാൾക്ക് മാളവിക എസ്.എ. എന്ന കുട്ടിക്ക് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനവും ശിവമംഗല എസ്.എസ്., ദേവസുധ ബി എന്നീ 2 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ 2-ാം സ്ഥാനവും നേടാൻ സാധിച്ചു. അത് സ്കൂളിൻ്റെ അഭിമാനത്തിന് മാറ്റുകൂട്ടുന്ന ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ഗണിതശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂള് 325 പോയിൻറ്റുമായിട്ട് 1-ാം സ്ഥാനത്തായിരുന്നു. ആ 1-ാം സ്ഥാനം, കൊല്ലം ജില്ലയിലെ 1-ാം സ്ഥാനം സംസ്ഥാന തലത്തിലും നിലനിർത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ നേട്ടത്തിന് കാരണക്കാരായ പ്രധാനപ്പെട്ട എല്ലാ കുട്ടികളെയും ഈ മത്സരാർത്ഥികളെയും അനുമോദിക്കുന്നതിനും അവരെ തയ്യാറാക്കിയ ഈ മത്സരത്തിന് വേണ്ട പിന്തുണ നൽകിയ അധ്യാപകരെ അഭിനന്ദിക്കുന്നതിനും വേണ്ടിയിട്ട് കൂടിയാണ് PTA-യും മാനേജ്മെൻറ്റും സ്റ്റാഫും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചിട്ടുള്ളത്. സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിമാനാർഹമായ നേട്ടങ്ങളാണ് സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. സബ് ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1-ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ 2-ാം സ്ഥാനവും നമ്മുടെ സ്കൂള് നേടുകയുണ്ടായി. അത് സ്കൂളിൻ്റെ മികച്ച ചരിത്ര വിജയങ്ങളിലൊന്നാണ്. അതോടൊപ്പം നമ്മൾ കൊല്ലം ജില്ലാ ശാസ്ത്രമേളയിൽ കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്കൂളുകൾ ഉള്ളതിൽ 1-ാം സ്ഥാനത്ത് സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ ശാസ്ത്ര മേഖലകളിൽ 1-ാം സ്ഥാനം വഹിക്കുവാൻ നമ്മുടെ സ്കൂളിനെ സാധിച്ചത് അഭിമാനാർഹമായ നേട്ടമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. കൊല്ലം ജില്ലയിൽ എല്ലാ മേളകളുടെയും പോയിൻ്റ് കൂട്ടിയപ്പോഴാണ് നമ്മുടെ സ്കൂള് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി ജില്ലാ ശാസ്ത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ 9 കുട്ടികൾ പങ്കെടുത്തു. ഈ 9 കുട്ടികൾക്കും എ ഗ്രേഡോടുകൂടി സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിന് 1-ാം സ്ഥാനം 359 സ്കൂളുകൾ പങ്കെടുത്തതിൽ നിന്നാണ് നമ്മുടെ സ്കൂൾ 1-ാം സ്ഥാനത്തെത്തിയത്. ചടയമംഗലം സബ് ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഈ സംസ്ഥാന ശാസ്ത്രമേളയിൽ ചടയമംഗലം സബ് ജില്ല അടയാളപ്പെടുത്തുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പേര് കൂടി ചേർത്തിട്ടാണ്. കാരണം ആ ചടയമംഗലം സബ് ജില്ലയിലെ ഗണിതശാസ്ത്രമേളയിലെ പോയിന്റിൽ ഭൂരിഭാഗവും നമ്മുടെ സ്കൂളിൻ്റെ സംഭാവനയാണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കും. അതുപോലെ ബാക്കി ജില്ലയിൽ സംബന്ധിച്ച് കൊല്ലം ജില്ലയെ സംബന്ധിച്ചും നമ്മുടെ സ്കൂളിൻ്റെ നേട്ടം അഭിമാനാർഹമാണ്. ആ നേട്ടമാണ് നമ്മുടെ സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി
ഗണിതശാസ്ത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിഞ്ഞത് എന്ന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഓക്കെ. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാലയമായി നമ്മുടെ സ്കൂൾ മാറ്റപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും അതോടൊപ്പം 2 കുട്ടികൾ 2ാം സ്ഥാനം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും, എല്ലാ കുഞ്ഞുങ്ങളെയും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയും അതോടൊപ്പം അവരെ പ്രാപ്തരാക്കി തീർത്ത എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് നമ്മൾ പങ്കെടുക്കുന്നത്. കാരണം ഏതാണ്ട് 359-ലധികം സ്കൂളുകളാണ് ഈ ആലപ്പുഴയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ആ പങ്കെടുത്തതിൽ നമ്മുടെ സ്കൂള് കേരളത്തിൽ ഗണിത വിദ്യാലയം എന്ന നിലയിൽ, മികച്ച ഗണിത വിദ്യാലയം എന്ന നിലയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ വളരെ ഒരു അർപ്പിത മനോഭാവത്തോട് സർവ്വസമർപ്പിതമായ പ്രവർത്തനമാണ് ഈ സ്കൂളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പാളായാലും HM ആയാലും അതുപോലെ അവരെ ഈ തരത്തിൽ അണിയിച്ചൊരുക്കുന്ന അധ്യാപകരായാലും വളരെ വലിയ പരിശ്രമമാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. പ്രത്യേകം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരെ, കുട്ടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ അധ്യാപകരെയും അതിൻ്റെ ഉത്തരവാദികളായ, അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പാളിനെയും HMനെയും വളരെ പ്രത്യേകം അഭിനന്ദിക്കുക. അപ്പോൾ തീർച്ചയായും ഈ കഴിഞ്ഞ കുറേ കാലമായി ഈ കഴിഞ്ഞ നിരവധി മത്സരങ്ങൾ നടന്നതിൽ എല്ലാത്തിലും മികച്ച ഒരു വിദ്യാലയമായി ഈ സ്കൂൾ മാറുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ ഈ ശാസ്ത്രമേളയിൽ കഴിഞ്ഞ കണക്കെടുക്കുകയാണെങ്കിൽ 14ാം സ്ഥാനമാണ് കൊല്ലം ജില്ലയ്ക്കുണ്ടായത്. എന്നാൽ ഇപ്പോൾ അത് 4ാം സ്ഥാനത്തിലേക്ക് എത്തിയത് ഈ CP ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മികച്ച പ്രവർത്തനവും വിജയവും കൊണ്ട് അവർ നേടിയ പോയിൻ്റ് കൂടെ കൂട്ടുമ്പോഴാണ് ഈ 11-ൽ നിന്ന് ഈ കൊല്ലം ജില്ല 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മത്സരങ്ങളിലും നന്നായി അവരെ തയ്യാറാക്കിയെടുക്കുന്നതിന് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാർത്ഥികളായി മെച്ചപ്പെട്ട വിജയം നേടുന്നതിന് നമ്മുടെ അധ്യാപകർ പരിശ്രമിക്കണം. അവർ പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം ഈ വേളയിൽ പ്രകടിപ്പിക്കുക. ഈ പഠന വിഷയങ്ങളിൽ SLC +2 പരീക്ഷകളിലെല്ലാം നമ്മുടെ ഉന്നത വിജയമാണ്. SLC പരീക്ഷകൾ തുടർച്ചയായി മുഴുവൻ കുട്ടികൾ വിജയിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ വളർന്നു. ആ വളർച്ചയോടൊപ്പം തന്നെ പാഠ്യ വിഷയങ്ങളിലുള്ള വളർച്ചയോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സ്കൂൾ ഏറ്റവും മികച്ച ഒരു വളർച്ചയിലേക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗണിതശാസ്ത്രമേളയിൽ 10-14 വർഷമായി കൊല്ലം ജില്ലയിൽ ഗണിതശാസ്ത്രമേളയിൽ ഏറ്റവും നല്ല സ്കൂളിലുള്ള ട്രോഫി ലഭിക്കുന്നത് നമ്മുടെ സ്കൂൾ. അപ്പോൾ സംസ്ഥാനത്ത് എനിക്കൊണ്ട് കൊല്ലം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിന് ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടും. ഗണിതശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊല്ലം ജില്ലയിൽ കിട്ടുന്നത് എന്തായാലും ഒരു 10-15 വർഷത്തിനകത്ത് കയറാൻ കിട്ടില്ല. എപ്പോഴും ചരിത്ര സംഭവമായിരിക്കണം സാധ്യത. ആദ്യമായിട്ട് കിട്ടിയ ഞാൻ പറഞ്ഞത് ശാസ്ത്രമേളയിൽ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് കൊല്ലം ജില്ലയ്ക്ക് കിട്ടുന്നത് നമ്മുടെ സ്കൂളിലൂടെയാണ് എന്നുള്ളൊരു നേട്ടം കൂടി ഇതിനകത്തുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ചത് നമുക്കറിയാം. ഈ യുവനോത്സവത്തിലൊക്കെ കൂടുതൽ കുട്ടികളുടെ നല്ല കഴിവാണ് പ്രദർശിപ്പിക്കുന്നത്. ശാസ്ത്രമേളകളിൽ അവരെ തയ്യാറാക്കുന്നതിന് അധ്യാപകർ വഹിച്ച പങ്ക് വലുതാണ്. അധ്യാപകരുടെ ശക്തമായ ഇടപെടലുണ്ടെങ്കിലേ ശാസ്ത്രമേളകളിൽ വിജയിച്ച് കയറാൻ പറ്റും. മറ്റതൊക്കെ തന്നെ അവർ മറ്റു പലയിടത്തും പോയി അഭ്യസിച്ച് വരാൻ പറ്റും. പക്ഷേ ശാസ്ത്രമേളയിൽ അവരെ ശരിയാവണ്ണം നയിക്കുന്നതിന് അധ്യാപകർക്കുള്ള പങ്ക് വലുതാണ്. അപ്പോൾ അവരെ കൂടി ഇത്തരത്തിൽ അഭിനന്ദിച്ചു അവസാനിപ്പിക്കുക. ഈ സംഗീത കലോത്സവത്തിലുള്ള വിവാദമൊക്കെ തീർന്നാണ്. അതൊരു അടഞ്ഞ അധ്യായം. അടഞ്ഞ അധ്യായമല്ലേ. അതിലെ ഓരോരുത്തർക്കുമുള്ള ഒരു മാനസിക മനോഭാവമാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികളെക്കാൾ വലുതാണ് മറ്റു പലതും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോടൊപ്പം മത്സരിക്കാൻ പറ്റില്ല. ആർക്കാണ് ട്രോഫി അവിടെ പ്രദർശിപ്പിച്ച് ഹയർ സെക്കൻഡറിക്കാണ് പ്രദർശിപ്പിക്കുകയും ട്രോഫി കൊടുക്കാൻ സമയത്ത് മാറുകയും ചെയ്യുന്നത് ശരിയായ രീതിയാണ്. ശരിയായ രീതിയല്ല.
ആ ശരിയായ രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ട്രോഫി ഏറ്റുവാങ്ങി. ട്രോഫി ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മളങ്ങനെ വാങ്ങാതിരുന്ന പിന്നെ അതിനൊരു മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളും അധ്യാപകരും ഒന്നും വാങ്ങണ്ട എന്നാണ് തന്നെ തീരുമാനിക്കും. എന്നാൽ കുട്ടികളുടെയും അധ്യാപകരുടെയും രേഖകളുമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനേജിന്റെ പ്രതിനിധി വാങ്ങുകയും ചെയ്യും. മാനേജിന്റെ പ്രതിനിധി അങ്ങോട്ട് വാങ്ങിയതല്ല, മാനേജിന്റെ പ്രതിനിധി അധ്യാപകരോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. കുട്ടികൾ വാങ്ങാതെ പോയ ട്രോഫി പിന്നെ വാങ്ങിയതാണ് വിഷയമായത്. അല്ല, വാങ്ങിയത് വിഷയമൊന്നുമില്ല. വാങ്ങിയ കൊണ്ട് വിഷയം അവിടെ തീർന്നു. അതുകൊണ്ട് അതവിടെ അവസാനിച്ചു. ഒരു യുദ്ധത്തിന് നമ്മളില്ലല്ലോ, ഒരു വിഷയം ക്ലോസ് ചെയ്യുകയാണ്. ആളുകൾക്ക് എല്ലാ വിഷയങ്ങളും മനസ്സിലാകും. അടുത്ത കൊല്ലം മുതൽ ഏതോ ഒരു സ്കൂൾ അടുത്ത കൊല്ലം മുതൽ സബ്ജിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അതിനകത്ത് സബ്ജിയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. സബ്ജിയിൽ ആരെങ്കിലും ഒരാളുടെ ഒരു സ്കൂളിന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടാണ് നമുക്കെടുക്കും. കുട്ടികളെ പിന്നെ പല ഭാഗങ്ങളും പ്രതിഷേധം കുട്ടികൾക്ക് പ്രതിഷേധം ഇപ്പോഴും ഉണ്ടത്. കുട്ടികളുടെ പ്രതിഷേധം ന്യായമല്ല, ആ പ്രതിഷേധം ന്യായമാണ്. കുട്ടികളുടെ പ്രതിഷേധം ന്യായമാണ്, ശരിയാണ്. പക്ഷെ അതിനെ മാനേജ്മെന്റ് അനുകൂലിച്ചിട്ടില്ല. മാനേജ്മെന്റ് കുട്ടികളുടെ ഒപ്പമായിരുന്നു, അധ്യാപകരുടെ ഒപ്പമായിരുന്നു. അവരാണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. അധ്യാപകർ കുട്ടിയോടാണ് ആവശ്യപ്പെട്ടത്. മാനേജ്മെന്റ് പ്രതിനിധികൾ അത് ഒരാളെ പോകാവും, സംസാരിക്കുകയും വേണ്ട, എടുത്തുകൊണ്ട് വരണം എന്നാവശ്യപ്പെട്ടത്. അതൊക്കെ ആയിരിക്കാം നമ്മുടെ മാനേജ്മെന്റ് അല്ല, ടീച്ചേഴ്സിന്റെ പ്രതിനിധി വിളിക്കില്ലേ ഇത് പറയട്ടെ. അല്ലായിരുന്നു ഏകകണ്ഠമായി ഞങ്ങൾ കുട്ടികളോടും പറഞ്ഞിരുന്നു, അധ്യാപകരോടും ആലോചിച്ച്, എല്ലാ അധ്യാപകരോടും ആലോചിച്ച് ഞങ്ങൾ തന്നെ എടുത്തൊരു തീരുമാനമാണ് അത്. കാരണം ട്രോഫിയുടെ കാര്യത്തിലും മത്സരത്തിന്റെ കാര്യത്തിലും രാഷ്ട്രീയ ഇടപെടൽ പാടില്ല എന്ന് പറയും. അങ്ങനെ സെലബസിന് കുട്ടികളെ കേട്ടു ആ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുകയും അതെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുകയും ഇടപെടാൻ പാടില്ല. എന്താണ് എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അതൊക്കെ ലോകത്തിനറിയാത്ത രാഷ്ട്രീയം. ചില രാഷ്ട്രീയ നേതാക്കൾ താല്പര്യമാണ് ആ വിവാദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടായിരിക്കും. അതെ, തീർച്ചയായിട്ടും ഈ സ്ഥാപനം നമുക്ക് നന്നായി നടത്തിക്കൊണ്ട് പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ഒരു വിവാദത്തിന് തിരികൊടുക്കുക എന്ന് പറയുമ്പോൾ സ്കൂൾ മാനേജർ എസ് ബുഹാരി, സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി പി പ്രതാപൻ, പ്രിൻസിപ്പൽ ബി എസ് ബിനു, ഹെഡ് മിസ്ട്രസ് ഉഷാറാണി തുടങ്ങിയവർ പങ്കെടുത്തു.